കൊണ്ട് ചുമന്നുകൊണ്ട് വരിക, അതും തിക്ലി പാക്ഡ് ആയിട്ടുള്ള ക്രൗഡ് ഉള്ളതിൻ്റെ നടുക്കോട്ട്. പിന്നെ കൂട്ടായ്മ നടക്കുന്ന മുറിയുടെ റൂഫ് പൊളിക്കുക. ആഫ്റ്റർ ഡിഗിങ് ആൻഡ് സ്പോയിലിംഗ് ദ റൂഫ് കെട്ടിത്തൂക്കി ഇറക്കുക. അപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പറയുന്നു, ഗെറ്റപ്പ്, പിക്കപ്പ്, വാക്ക്. ഇന്നാന്നേ പറഞ്ഞാൽ നോ മോർ ചെക്കപ്പ്. കർത്താവ് സൗഖ്യമാക്കിയാലും ഡൗട്ട്ഫുൾ ഹോസ്പിറ്റൽ പിക്നിക് എന്ന് പറഞ്ഞൊരു ഫാഷൻ ഈ കാലത്തുണ്ടല്ലോ. അന്ത്യകാലം എന്ന് പറഞ്ഞാൽ മഹാവ്യാധിക്കാലമാണ്. അൺഎക്സ്പെക്റ്റഡ് ഇൽനെസ്, അൺകൺട്രോളബിൾ പെസ്റ്റിലൻസസ്. പിന്നെ ആശുപത്രി വല്ലതും ചെന്ന് പെട്ടാൽ ഈ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആശുപത്രി വികസിച്ച ശാഖ പതോളജിയാണ്. 100 ടെസ്റ്റിൽ നിങ്ങൾക്ക് രോഗമില്ലെങ്കിൽ 101ാമത്തിൽ എന്തെങ്കിലും കണ്ടുപിടിച്ച് കുറേ മരുന്ന് തരും. ബി ഫാഷനബിൾ. ഈ അന്ത്യകാലത്ത് നിങ്ങൾക്കൊരു ഫാഷൻ വേണം. അതായത് വൈദ്യനായ യേശു ക്രിസ്തു അടുത്ത്, ഔഷധമായ യേശു ക്രിസ്തു അകത്ത്. ബി ഫാഷനബിൾ ബൈ ബീയിങ് നിയർ ദ ഹീലർ ജീസസ് ക്രൈസ്റ്റ്. വിതൗട്ട് ജീസസ് അവർ ലോർഡ് യു ആർ ഔട്ട് ഓഫ് ഫാഷൻ. ചില അമ്മച്ചിമാർ പഴയ വേഷം ധരിക്കുമ്പോൾ, അതായത് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ വെയിറ്റർമാരുടെ തലയിലൊരു ഫ്രില്ലുള്ള തൊപ്പിയില്ലേ, അതുപോലെ ഒരെണ്ണം പുറകിലൊക്കെ ഫിറ്റ് ചെയ്ത് നടക്കുമ്പം കൊച്ചുമക്കൾ പറയും, അമ്മച്ചി യു ആർ ഔട്ട് ഓഫ് ഫാഷൻ. വേഴ്സ് 3, യേശു തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്നു വന്നു. ക്രൈസ്റ്റ് വാസ് പ്രീച്ചിങ് ദ വേർഡ്. വചനം കേൾക്കുമ്പോൾ തന്നെ ആൻ അറ്റ്മോസ്ഫിയർ ഈസ് ക്രിയേറ്റഡ് ഫോർ ഹീലിംഗ്. Bring the right atmosphere at your home for a miracle. പ്രഭാത സമയത്തെ ധ്യാനം, വീട്ടിലെ അന്തരീക്ഷം ഒരുക്കുക. 2000-ൽ ഞങ്ങൾ ഛത്തീസ്ഗഡ് മിഷണറീസ് ആയിരുന്നു. പെർസിക്യൂഷൻ ഔട്ട്സൈഡ്, ഗ്രഹാം സ്റ്റെയിൻസിൻ്റെയൊക്കെ ആ ഒരു വധത്തിൻ്റെ സമയമാണ്. ഒത്തിരി പീഡനം പുറത്ത് നടക്കുന്നു. ഹാഫ് കുക്ക്ഡ് റാറ്റ് ഓൺ ദ പ്ലേറ്റ്. ഭക്ഷണം അക്കാലത്ത് അതൊക്കെയായിരുന്നു. പാമ്പ് കടിച്ചിട്ടുണ്ട്, സ്കോർപ്പിയൻസ്, പഴുതാര, സെൻറ്റിപ്പീഡ്, ഇതെല്ലാം. ബട്ട് വി വെയർ ഇമ്മ്യൂൺ. രാവിലത്തെ ഡിവോഷൻ ഇറ്റ് ഈസ് ഇമ്മ്യൂൺ ബൂസ്റ്റർ. 3-ാം വാക്യം, 4 ആൾ, യൂണിറ്റിയാണ്, 4 ഫ്രണ്ട്സ്. ദേ വെർ വില്ലിംഗ് ടു ബെയർ ദ കോസ്റ്റ് ഓഫ് ദ ബ്രോക്കൺ റൂഫ് ജസ്റ്റ് ടു ഗെറ്റ് ദ ഫ്രണ്ട് നിയർ ജീസസ്. ദാറ്റ് ഈസ് മിഷൻ. ഒരു വില കൊടുത്ത്, ഇപ്പം മേൽക്കൂര പൊളിച്ചതിൻ്റെ നഷ്ടപരിഹാരവും കൊടുക്കാം, പക്ഷേ ഇവൻ യേശുവിൻ്റെ അടുത്ത് ചെല്ലണം, അതിന് ഞാൻ വില കൊടുക്കുക, ചുമക്കുക. വേഴ്സ് 5, യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട്, ഈ 4 പേരുടെ എന്ന് എഴുതിയിട്ടില്ല, കളക്റ്റീവ് ഫെയ്ത്ത്, 4 പേരുടെ മാത്രമല്ല, ആ പക്ഷവാത രോഗിയുടെ വിശ്വാസവും കൂടെ ഉണ്ട്. അവന് വിശ്വാസം ഇല്ലെങ്കിൽ അവൻ നിലവിളിച്ചന്, ഓടിവായോ, ഇവരെന്നെ കെട്ടിത്തൂക്കി ഇറക്കുന്നത്, ഞാൻ എന്നെ പഴുത്തയൊക്കെയാണോ തലയിടിച്ച് വീഴുകയല്ലേ. അവൻ്റെ അകത്തും ഒരു ഫെയ്ത്ത് ഉണ്ട്, രോഗിയുടെ അകത്തും ഒരു വിശ്വാസം, കൺവിക്ഷൻ ആൻഡ് പ്രൈസ്. വരുന്ന വഴിക്ക് 4 പേര് പറഞ്ഞു കാണും, മിസ്റ്റർ പാരലിറ്റിക് ബ്രദർ, നമ്മൾ യേശു കർത്താവിൻ്റെ അടുത്താണ് പോകുന്നത്, അതുകൊണ്ട് ഞങ്ങൾ നിന്നെ അങ്ങോട്ട് ചുമന്നാൽ മതി. തിരിച്ച് നമ്മൾ 5 പേർക്കും നടന്നു പോരാ, 5 പേർക്ക് ഒരുമിച്ച് നടന്നു പോരാ. വേഴ്സ് 5, സൺ യുവർ സിൻസ് ആർ ഫോർഗിവൺ. അതായത് സിൻ ബ്രിങ്സ് സിക്നെസ് ടു. പാപം നിമിത്തം വരുന്ന ചില രോഗങ്ങളുണ്ട്. ജീസസ് ഡിഡ് നോട്ട് ടച്ച് ഹിം. ഈ രോഗി, ഹി റെസ്പോണ്ടഡ് ആൻഡ് ഹി വാസ് ഹീൽഡ് ആൻഡ് ഹി ടുക്ക് ഓഫ് ലൈക്ക് എൻ അത്ലീറ്റ്. അന്നേരം ചുറ്റുപാടുള്ളവർ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനൊരു പരിഷ്കാരം, ഫാഷൻ ആദ്യം കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കണോ, തടസ്സങ്ങളുണ്ടാകും. ഇവിടെ ക്രൗഡാണ് തടസ്സം. വേറെ ഒബ്സ്ട്രക്ഷൻസൊക്കെ കാണും, കരിയർ സ്ട്രെസ്, അക്കാഡമിക് സ്ട്രെസ്, ലേസിനെസ് ഒക്കെ കാണും. പക്ഷേ അവനോട് അടുത്ത് നിൽക്കാൻ ആഗ്രഹിക്കുക, അത്ഭുതം സംഭവിക്കും. വചനധ്യാനം മറക്കുന്ന, യേശു ക്രിസ്തുവിനെ മറക്കുന്ന, സുശേഷവേല മറക്കുന്ന ഒരു ജീവിതശൈലി, അത് ഒത്തിരി നന്മകൾ നിങ്ങൾക്ക് നിഷേധിക്കുന്നു, തലമുറകൾക്കും. ഫാഷൻ ഓഫ് ഫെയ്ത്ത് ലൈഫ്, ഫാഷൻ ഓഫ് പ്രയർ ലൈഫ്, ഫാഷൻ ഓഫ് ക്വയറ്റ് ടൈം, ഫാഷൻ ഓഫ് മോർണിംഗ് ഡിവോഷൻ ആൻഡ് ഫാഷൻ ഓഫ് മിഷൻ. ബി ഫാഷനബിൾ. പരിഷ്കാരം വരട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങളോടും കൂടെ പറയുന്നത്, ഗെറ്റപ്പ്. നിങ്ങളുടെ രോഗനിരാശകളിൽ നിന്ന്, ഫ്രസ്ട്രേഷൻ ഓഫ് ഫ്രീക്വൻറ്റിങ് ഇൽനെസ്, ഗെറ്റപ്പ്. പിക്കപ്പ്. ബെഡ് എടുക്കാൻ അവനോട് പറഞ്ഞു. നമ്മളോട് ഒരു പക്ഷേ കർത്താവ് പറയുന്നത്, പിക്കപ്പ് സം പ്രോഫിറ്റബിൾ റെസ്പോൺസിബിലിറ്റി യു ക്യാൻ എൻഡവർ ഫോർ ക്രൈസ്റ്റ്. കർത്താവിന് ലാഭമുള്ള ചില ചുമതലകൾ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. ആൻഡ് വാക്ക് ഓഫ് ഫെയ്ത്ത് ആൻഡ് വിറ്റ്നസിങ്. സാക്ഷ്യത്തിൻ്റെ ഒരു നടപ്പ്. വി എക്സോൾട്ട് ദ നെയിം ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ആമേൻ.